നമസ്കാരം. കേരളത്തിലെ ജനങ്ങൾക്ക് പൗരത്വ കാർഡ് നൽകാനുള്ള CPM സർക്കാരിന്റെ നീക്കത്തെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഒരു വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. കേന്ദ്ര നിയമങ്ങളെ വെല്ലുവിളിച്ച് ഇലക്ഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പ്രീണന നീക്കമാണ് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. കേന്ദ്ര സബ്ജക്റ്റായ പൗരത്വത്തിൽ കയറി കളിക്കാനുള്ള പിണറായിയുടെ നീക്കം ഗവർണറുടെ ഓഫീസും ശ്രദ്ധാപൂർവം തന്നെ നിരീക്ഷിക്കുകയാണ്. ദേശീയ പൗരത്വ നിയമത്തിനുള്ളിൽ തന്ത്രപൂർവ്വം കടന്നു കയറാനുള്ള നീക്കമായി കേന്ദ്ര സർക്കാർ ഇതിനെ കാണുകയാണ്. സംസ്ഥാന സർക്കാർ നൽകാൻ തീരുമാനിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് പൗരത്വം തെളിയിക്കാൻ ഉതയ്ക്കുന്ന രേഖയായിരിക്കുമെന്ന മന്ത്രി കെ രാജന്റെ പ്രസ്താവന കേന്ദ്ര സർക്കാർ അപ്പാടെ തള്ളിയിരിക്കുകയാണ്. പൗരത്വം എന്നത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു സുപ്രധാന വിഷയമാണ്. പാർലമെന്റിനാണ് നിയമനിർമ്മാണ അധികാരം പൂർണ്ണമായി ഉള്ളത്. പൗരത്വ രേഖകൾ തീരുമാനിക്കേണ്ടതും കേന്ദ്രമാണ്. കേന്ദ്രം നൽകുന്ന ആധാർ പോലും പൗരത്വ രേഖയായി അംഗീകരിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. സുപ്രീം കോടതി പോലും ആ നിലപാടാണ് സ്വീകരിച്ചത്. അത് തിരിച്ചറിയൽ രേഖയാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയ്ക്കപ്പുറം പൗരത്വ രേഖയായി നേറ്റിവിറ്റി കാർഡ് മാറാൻ ഇടയില്ല. കാർഡിന് നിയമപ്രാബല്യം നൽകാൻ ഓർഡിനൻസ് ഇറക്കാനും ജനുവരിയിൽ ബഡ്ജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുമാണ് പിണറായി മന്ത്രിസഭയുടെ നീക്കം. എന്നാൽ പൗരത്വം കേന്ദ്ര വിഷയമായതിനാൽ ബില്ല് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കാണ് അയക്കാനായി കൂടുതൽ സാധ്യത. മാതാപിതാക്കളിൽ ഒരാളെങ്കിലും കേരളത്തിൽ ജനിച്ചതാണെങ്കിൽ അന്യ സംസ്ഥാനത്ത് ജനിച്ചവർക്കും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാറുണ്ട്. അതും കൂടി കണക്കിലെടുക്കുമ്പോൾ നിയമനിർമ്മാണം അപ്പാടെ പാളും. ന്യൂനപക്ഷ വോട്ട് സമാഹരണം ലക്ഷ്യമിട്ടാണ് കാർഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചത്. പൗരത്വ രേഖകൾ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ്. നിലവിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്, SSLC ബുക്ക്, മാതാപിതാക്കളുടെ പാസ്പോർട്ട്, വിവാഹ സർട്ടിഫിക്കറ്റ്, പൗരത്വം ലഭിക്കാനുള്ള തിരിച്ചറിയൽ രേഖയായി ഇതെല്ലാം അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ ജനിച്ചതാണെന്ന് തെളിയിക്കാനും സർക്കാരിന്റെ സേവനങ്ങൾ ലഭ്യമാക്കാനുമുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഉപയോഗിക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല എന്നതാണ് വസ്തുത. പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശിക്കുന്നതിനും തൊഴിലുമാണ് നിലവിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജന്മം കൊണ്ട് കേരളീയൻ ആണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് മുഖ്യ ലക്ഷ്യം. ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്കാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ജനങ്ങൾക്ക് നേറ്റിവിറ്റി കാർഡ് നൽകുന്ന ആദ്യ സംസ്ഥാനമാകാൻ പോകുകയാണ് കേരളമെന്നാണ് സർക്കാരിന്റെ ദീപ പറച്ചിൽ. കേരളത്തിന് പുറത്ത് ഇതിന് എത്രത്തോളം നിയമസാധ്യത ഉണ്ടാകുമെന്ന ഒരു തർക്ക വിഷയമായതിനാൽ ഈ കാർഡിന്റെ പ്രയോജനം സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടാമെന്നതാണ് മറ്റൊരു പ്രധാന കാര്യമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. അതായത് ഒരാൾ കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്നയാളാണെന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. ഓരോ ആവശ്യത്തിനും ഓരോ തവണയും ഇത് വാങ്ങണം. ഇതിനു പകരം സ്ഥിരമായി ഉപയോഗിക്കാനാണ് നേറ്റിവിറ്റി കാർഡ്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങൾക്കുമുള്ള ഒറ്റ തിരിച്ചറിയൽ രേഖയായി ഇത് വിപുലീകരിക്കാനാണ് ആലോചന. കേരളത്തിൽ ജനിച്ച എല്ലാവർക്കും അപേക്ഷിച്ച് കരസ്ഥമാക്കാവുന്ന കാർഡാണ് നൽകാൻ പോകുന്നത്. ഇതിനായി K-സ്മാർട്ട് തുടങ്ങിയ ആപ്പുകൾ സജ്ജമാക്കും. കേരളത്തിനകത്തെ പരീക്ഷകൾക്കും അതോടൊപ്പം തന്നെ നിയമനങ്ങൾക്കും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചാൽ ഈ കാർഡ് മതിയാകും. സൈനിക ഭാഗങ്ങളിലേക്കുള്ള നിയമനത്തിന് അവർ നിർദ്ദേശിക്കുന്ന പ്രത്യേക ഫോർമാറ്റിലാണ് ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടത്. സൈനിക നിയമങ്ങളുടെ കാര്യത്തിൽ നിലവിലെ സ്ഥിതി തുടരേണ്ടി വരും. ഇന്ത്യൻ പൗരത്വം തെളിയിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്ന രേഖകൾ തന്നെ ഹാജരാക്കേണ്ടതുണ്ട്. പൗരത്വം തെളിയിക്കാനുള്ള രേഖയായി ഈ കാർഡിനെ കണക്കാക്കണമെങ്കിൽ അത് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും കേന്ദ്ര സർക്കാർ നിഷ്കർഷിക്കുന്ന രേഖയിൽ ആ ഒരു അടിസ്ഥാനത്തിൽ തയ്യാറാക്കുകയും വേണം. നേറ്റിവിറ്റി കാർഡ് ഏതൊക്കെ രേഖകൾ വിലയിരുത്തിയാണ് നൽകുന്നതെന്ന് നിയമനിർമ്മാണത്തിലെ വ്യക്തമാക്കൂ. കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുക എന്നത്. ഭാവിയിൽ കേരളത്തിലും അത് നടപ്പാക്കുകയാണെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ പൗരത്വ രേഖയിൽ ഉൾപ്പെടാതെ പോകുന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യം മുടങ്ങാതിരിക്കാൻ വേണ്ടി ഈ തിരിച്ചറിയൽ കാർഡ് പ്രയോജനപ്പെടുത്താമെന്നാണ് സർക്കാരിന്റെ വാദം. കേരളത്തിൽ ജനിച്ചു വളർന്നയാളാണെന്ന് സംസ്ഥാന സർട്ടിഫിക്കറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ പൗരത്വം നിയമപരമായി അവകാശപ്പെടാമെന്ന വാദവുമുണ്ട്. ഇതാണ് ഈ ആശയത്തിന് പിന്നിലെ രാഷ്ട്രീയം. അതായത് കേന്ദ്ര സർക്കാരിന്റെ പട്ടികയിൽ നിന്നും പുറത്തു പോകുന്നവർക്ക് കോടതിയിൽ പോയി പൗരത്വം നേടാമെന്ന കുതന്ത്രമാണ് കേരളം ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഇതാണ് കേന്ദ്ര സർക്കാരിനെ സംശയത്തിലാക്കുന്നത്.
നേറ്റിവിറ്റി കാർഡിന്റെ ഡേറ്റാബേസിൽ ഡ്രൈവിംഗ് ലൈസൻസ്, കാരുണ്യ പോലുള്ള പദ്ധതികളുടെ ID, മറ്റു വകുപ്പുകളിൽ നിന്നുള്ള അടിസ്ഥാന രേഖകളിലെ വിവരങ്ങൾ അത് ഉൾപ്പെടുത്താൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഡിജി ലോക്കറിൽ ഈ കാർഡ് ചേർക്കാനാകും. എന്തായാലും ഈ ന്യൂനപക്ഷങ്ങൾ, അതായത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിൽ നിന്നടക്കം അല്ലെങ്കിൽ ആസാമിൽ നിന്നടക്കം കേരളത്തിൽ വന്ന് താമസിക്കുന്ന കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹികൾക്കും അടക്കം ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ് കൊടുത്ത് അവരെ ഇന്ത്യൻ പൗരനാക്കാനുള്ള ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പിണറായിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് വലിയ രീതിയിൽ ഒരു രാജ്യദ്രോഹപരമായ ഒരു നീക്കത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.